ഹായ്, നല്ലൊരു മലബാറി ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അതിലേക്കായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മരിനേറ്റ് വെക്കാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായുള്ള ആദ്യമുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഞാനൊരു 3 വലിയ ഉള്ളി ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബിരിയാണി നമ്മുടെ മസാല തയ്യാറാക്കുമ്പോഴും നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്ത് വേണം. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന സമയത്തും നമുക്കിത് വേണ്ടതാണ്. അതുകൊണ്ട് ഒരു 4 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ചെറുതായിട്ട് അരിച്ച് ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടേക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകളോട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പുതിന ഇല എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 6 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 കഷ്ണം 1 ഇഞ്ച് നീളമുള്ള 3 കഷ്ണത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് 3 ചേരുവകളും നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള 3 തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവോളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ട ചേർക്കുക. ഒരു 4-5 കഷ്ണം പട്ട ചേർക്കുക. ഒരു 6-7 ഗ്രാമ്പും ഒരു 3 ഏലക്കായും ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടായിട്ട് എടുത്തതിന് ശേഷം ആ സമയത്ത് തന്നെ നമുക്കതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. സവോളയും ചേർത്തൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടാതെ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ക്രഷ് ചെയ്തിട്ടും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഉള്ളിയെല്ലാം വഴന്നു വന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മെറിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കനൊന്ന് ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വേണം നമ്മൾ വയ്ക്കാൻ. ചിക്കനൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 80% വെന്താൽ മതി. ഇത് ആ രീതിയിൽ അതിനൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബിരിയാണിയിലേക്കുള്ള റൈസ് നമുക്ക് റെഡിയാക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതുപോലെ തന്നെ അതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉള്ളി ഇടാം. കൂടാതെ 2 ജാതിപത്രി ഇട്ടിട്ടുണ്ട്. കൂടാതെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഒരു 4 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം ചെറിയ പട്ട ചേർത്തിട്ടുണ്ട്. ഒരു 2 ഏലക്കായും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ചേർത്ത് നമുക്കൊന്ന് ഒരു 80% വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതൊന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരി ചേർക്കാം. നമുക്ക് ഈ സമയത്തേക്ക് ഇതിലേക്കുള്ള വേണ്ട റൈസ് ഞാൻ ചേർക്കുവാണ്. റൈസ് ഞാൻ കഴുകി 10 മിനിറ്റ് കുതിർത്തി വെച്ച റൈസാണ്. നമുക്കിതിനൊരു
80% മാത്രം വേവിച്ചെടുത്താൽ മതി. ബാക്കിയുള്ള വേവ് നമുക്ക് ദമ്മിൽ വരേണ്ടതാണ്. അപ്പോൾ അതൊന്ന് 80% വേവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ചിക്കൻ ഇപ്പോൾ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കുന്നുണ്ട്. കൂടാതെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുതിനയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉള്ളിയുടെ ഒരു 70% ഉള്ളി കൂടി ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല നമ്മൾ ചേർക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മളിതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിരുന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണി ഇത്. എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ബിരിയാണി കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇതൊന്ന് നമുക്കിനി ഒന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബിരിയാണിയുടെ റൈസും മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ദമ്മിട്ട് നമുക്കിതിനൊരു 10 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ദമ്മിട്ട് വെച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ദമ്മ് പോവാതെ അടച്ച് വെക്കണം. എന്നതിന് ശേഷം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ടൊരു ചിക്കൻ ബിരിയാണി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിതിലേക്ക് ഇനി നമുക്ക് വേണ്ട നേരത്തെ വേവിച്ച് വെച്ച റൈസും കൂടി ചേർക്കുവാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സവോള ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഗാർണിഷും കൂടി ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇത്തിരി ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ബിരിയാണി എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഒരു ബിരിയാണി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ചെറു തീയിൽ വേവിച്ച് വയ്ക്കാം. എന്നതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്നിലെ ഒരു മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും തുറക്കാതെ വയ്ക്കണം. എങ്കിൽ മാത്രമേ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.